ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം മഴയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്നറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മൾ പ്ലാന്റ്സ് അയക്കുക DTDC കൊറിയർ വഴിയായിരിക്കും. സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ബേറാപ്പിൾ ആണ്. ബേറാപ്പിളിൻ്റെ പ്ലാന്റ്സ് മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 110 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക സ്ട്രോബെറി ആണ്. സ്ട്രോബെറിയുടെ കായ്ക്കുന്ന ആ ഒരു സീസണൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണിത്. അപ്പോൾ ഇപ്പം നമുക്ക് നട്ട് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ, അതായത് നവംബർ മാസം മുതൽ ഒരു ഫെബ്രുവരി മാർച്ച് മാസം വരെയാണ് നമുക്ക് കായ്കൾ കിട്ടുന്ന ഒരു സമയം. ഇതാണ് പ്ലാന്റ് സൈസ്. 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് പുതിനയുടെ തൈകളാണ്. പുതിനയുടെ ഈ കാണുന്ന ജിഫി റൂട്ടഡ് ആയിട്ടുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബ്ലാക്ക് സൂർനാഞ്ചെറിയാണ്. സൂർനാഞ്ചെറിയുടെ നോർമൽ വെറൈറ്റി നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ കായ്കൾ കിട്ടുക. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. എയർ ലെയർ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 140 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക റെഡ് ലേഡി പപ്പായയുടെ തൈകളാണ്. ഈ കാണുന്ന പോലുള്ള തൈകളാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തത് വരിക മുന്തിരി പേരയുടെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ്. റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക സർവ്വസുഗന്ധിയാണ്. സർവ്വസുഗന്ധിയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക മാതള നാരകത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 120 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഒടിച്ചുകുത്തി നാരകത്തിൻ്റെ ഈ കാണുന്ന പോലുള്ള തൈകളാണ്. ഇതിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഈ കാണുന്നതാണ് കായ്കൾ. വളരെ ചെറിയൊരു പഴമാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ കായ്കൾ കഴിച്ച ശേഷം നമ്മൾ പുളിയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നല്ല മധുരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഈ കാണുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക രുദ്രാക്ഷത്തിൻ്റെ ഈ കാണുന്ന പോലുള്ള തൈകളാണ് സെയിലിനുള്ളത്. ഇതിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ലെമൺ വൈൻ ആണ്. ഇതിലെ കായ്കളും പൂക്കളും അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ടോ നട്ടു കൊടുക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഒലിവിൻ്റെ തൈകളാണ്. ഒലിവിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് 90 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നെല്ലിയാണ്. നെല്ലിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത പ്ലാന്റ് മൗത്ത് ഫ്രഷ്നർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ഇലകൾ വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്യുക. ഈ കാണുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ചൈനീസ് ഓറഞ്ച് അല്ലെങ്കിൽ ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയാറുള്ള പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. എല്ലാ പ്ലാന്റ്സിലും കായ്കൾ ഉണ്ടാവില്ലെങ്കിലും പരമാവധി കായ്കളുള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും അയക്കുക. 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സ്ട്രോബെറി പെരയുടെ തൈകളാണ്. ഇതുപോലെ റെഡ് കളറിലാണ് കായ്കൾ തരിക. 80 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് വരിക നീലയമരിയാണ്. നീലയമരി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. കേശ സംരക്ഷണത്തിനായിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക വെസ്റ്റ് ഇന്ത്യൻ ചെറി, അതല്ലെങ്കിൽ ആപ്പിൾ ചെറി എന്നൊക്കെ പറയാറുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇതാണ് കായ്കൾ നല്ല ഡാർക്ക് റെഡ് കളറിൽ ഇതുപോലെ കായ്കൾ തൂങ്ങിക്കിടക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. നിലവിൽ തൈകളിൽ കായ്കൾ ഉണ്ടാവില്ല, കായ്കളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ കായ്കൾ പിടിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ്. പൂച്ചപ്പഴത്തിൻ്റെ കായ്കളും തൈകളും അതുപോലെ ഇലയുമൊക്കെ ഒരുപാട് പ്രസിദ്ധമാണ്. മെഡിസിനൽ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇതാണ് പൂക്കൾ, നല്ല ഭംഗിയാണ്. നിറയെ തേനീച്ചകളൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക അരിനെല്ലിയുടെ തൈകളാണ്. സാധാ നെല്ലി പോലെ തന്നെ നമുക്ക് അച്ചാറിടാനും അതുപോലെ വെറുതെ കഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കായ്കളാണ് ഇതിൻ്റേത്. 80 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ഊതാണ്. ഊതിൻ്റെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. റേറ്റ് വരിക 90 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക വയലറ്റ് പേരയാണ്. അകവശവും അതുപോലെ തന്നെ പുറംഭാഗവും എല്ലാം നല്ലൊരു ഡാർക്ക് റെഡ് കളറിലാണ് കായ്കൾ നിൽക്കുക. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് എയർ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണിത്. ഈ ഒരു പ്ലാന്റിന് 100 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ലൂവിക്ക അല്ലെങ്കിൽ ലൗലോലിക്ക എന്നൊക്കെ പറയാറുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ്. കുറ്റിക്കുരുമുളകിൻ്റെ ഇതുപോലെ കായ്കൾ ഇട്ട് തുടങ്ങിയ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ സമയത്തും കായ്കൾ കിട്ടും എന്നതാണ് ബുഷ് പേപ്പറിൻ്റെ ആ ഒരു പ്രത്യേകത. ഈ ഒരു പ്ലാന്റിന് 90 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ദന്തപാലയുടെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ്. ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ചൈനീസ് പേരയാണ്. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. ചെടി കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ നമുക്ക് പോട്ടിലൊക്കെ നട്ട് കൊടുക്കാം. വളരെ ചെറിയ ഒരു പ്ലാന്റ് ആണിത്. കായ്കളും വളരെ ചെറുതായിരിക്കും. ഇതിന് 100 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ പ്ലാന്റ്സിൻ്റെ പേര് അയച്ചു തന്നാലും മതി. അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ കൃത്യമായിട്ട് DTDCയുടെ പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള DTDC ഏതാണോ അതിൻ്റെ പിൻകോഡ് തന്നെ തരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് പ്ലാന്റ്സ് എത്തുകയുള്ളൂ. പലപ്പോഴും DTDC ഹോം ഡെലിവറി ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പോയി കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഒരു കോൺടാക്റ്റ് നമ്പർ തന്നെ തരിക. അതുപോലെ നമ്മൾ മാർച്ച് മാസത്തിലെ വിന്നറെ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് വെള്ളിയാഴ്ചത്തെ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുക, സമ്മാനം നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.